നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു സന്തോഷ വാർത്തയാണ് ഇന്നലെ മുതൽ നമ്മുടെ ചാനലുകൾ ബ്രേക്ക് ചെയ്യുന്നത്. റിപ്പോർട്ടർ ചാനൽ അടച്ചുപൂട്ടാൻ പോകുന്നു എന്ന വാർത്ത. ചെറിയൊരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഞാൻ ആ വാർത്തയിലേക്ക് കടക്കാം. ഭാസ്കരൻ നായർ അജയൻ എന്നയാൾ എഴുതിയ ഒരു കുറിപ്പാണ്. ആഹാ, കണ്ണിനാനന്ദം, കാതിന് കുളിർമ, റിപ്പോർട്ടർ ചാനൽ ചത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച വാർത്ത ഇതാ. റിപ്പോർട്ടർ ചാനലിൻ്റെ സുരക്ഷാ ക്ലിയറൻസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പിൻവലിച്ചു. ഇനി ഡോക്ടർ അരുൺകുമാറിന് പഴയ ജോലിയായ മരം മുറി ധൈര്യമായി തുടരാം. വാർത്താ ചാനലായ റിപ്പോർട്ടർ ടിവിയുടെ സെക്യൂരിറ്റി ക്ലിയറൻസ് കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. ചാനലിൻ്റെ ലൈസൻസ് നിയമവിരുദ്ധമായാണ് കൈമാറിയതെന്ന് ആരോപിച്ച് 2020 കോർഡിനേറ്ററും കിറ്റസ് ഗ്രൂപ്പ് ചെയർമാനുമായ സാബു എം ജേക്കബ് സമർപ്പിച്ച ഹർജിയിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഹൈക്കോടതിയിൽ ഇന്ന് നിർണായക വിവരം അറിയിച്ചത്. റിപ്പോർട്ടർ ചാനലിൻ്റെ ലൈസൻസ് ഉടമകളായ ഇൻഡോ ഏഷ്യൻ കമ്പനിയുടെ ഡയറക്ടർമാരായ MV നികേഷ് കുമാർ, റാണി വർഗീസ് എന്നിവർക്ക് ചാനൽ നടത്താൻ നിയമപരമായ അവകാശമില്ലെന്നാണ് സാബു എം ജേക്കബിന്റെ പ്രധാന വാദം. നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും മറികടന്നാണ് ചാനലിന്റെ ലൈസൻസ് കൈമാറ്റം നടന്നതെന്നും ഈ വിവരം ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളെ അറിയിച്ചിട്ടില്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷയെക്കുറിച്ച് ലോക നേതാക്കൾ ചർച്ച ചെയ്യുന്നത് പോലെ രാജ്യത്തിനകത്തെ മാധ്യമ സ്ഥാപനങ്ങളുടെ സുരക്ഷാ ക്ലിയറൻസും അതീവ പ്രാധാന്യത്തോടെയാണ് കേന്ദ്രം കാണുന്നത് എന്ന് വെച്ചാൽ ചാനലിന് പൂട്ടുവീണു എന്നർത്ഥം. ഈ കുറിപ്പ് പൂർണ്ണമായും ശരിയല്ല. ഈ കുറിപ്പ് എഴുതിയയാളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്ന വാർത്തകളൊക്കെ ഇത്തരത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതാണ്. സെക്യൂരിറ്റി ക്ലിയറൻസ് കേന്ദ്ര സർക്കാർ പിൻവലിച്ചതുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനൽ പൂട്ടാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കോടതിയുണ്ടല്ലോ. കോടതിയിൽ പോയാൽ ആ അനുമതി തിരിച്ചു കിട്ടില്ലേ എന്ന് ആളുകൾ ചിന്തിക്കും. ഒരു ചാനൽ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് അങ്ങ് അടച്ചുപൂട്ടുമോ? മീഡിയ വൺ അടച്ചുപൂട്ടാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ട് സുപ്രീം കോടതി അനുവദിച്ചില്ലല്ലോ. ഈ ഒരു വാദമായിരിക്കും പൊതുവെ പുറത്തേക്ക് വരുന്നത്. എന്നാൽ മീഡിയ വണ്ണിൻ്റെ അവസ്ഥയല്ല റിപ്പോർട്ടർ ചാനലിൻ്റേത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ വാർത്തയുടെയൊക്കെ പിന്നിലെ കാരണം വിശദമായി തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വാർത്ത എഴുതിയ ഒരു ചാനലിനും ഒരു പത്രത്തിനും ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല എന്നതാണ് സത്യം. സത്യത്തിൽ റിപ്പോർട്ടർ ചാനൽ നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണ്. കോടതിയിൽ പോയി പോലും അവർക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയാത്ത പ്രതിസന്ധി. കാരണം റിപ്പോർട്ടർ ചാനൽ നിയമവിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കുക. റിപ്പോർട്ടർ ചാനൽ തുടങ്ങിയത് MV നികേഷ് കുമാറും ഭാര്യ റാണിയുമാണ്. 2011 അവർ തുടങ്ങുന്നു. ഇവർ രണ്ടുപേരും ചേർന്ന് ഇൻഡോ ഏഷ്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന പേരിൽ ഒരു സ്ഥാപനം തുടങ്ങുന്നു. ഈ സ്ഥാപനത്തിന്റെ ഡയറക്ടർമാർ റാണിയും നികേഷ് കുമാറുമാണ്. അവർക്കായിരുന്നു സെക്യൂരിറ്റി ക്ലിയറൻസും ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസും കിട്ടിയത്. വാസ്തവത്തിൽ അവിടെയും ഒരു ചതി ഉണ്ടായിരുന്നു. അതിന് യഥാർത്ഥ ഇൻവെസ്റ്റർ തൊടുപുഴക്കാരിയായ ഇപ്പോഴത്തെ DCC പ്രസിഡന്റ് CP മാത്യുവിന്റെ ഭാര്യ ലാലിയാണ്. ലാലിയ ആണ് അതിന് പണം നിക്ഷേപിച്ചതും ലാലിയായിരുന്നു രേഖകൾ കൊടുത്തതും. റിപ്പോർട്ടർ ചാനൽ ലൈസൻസിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ആരാണ് നിക്ഷേപകർ, ഇൻവെസ്റ്റർ എന്ന് ചോദിക്കുന്നു. ലാലിയ ആണ് എന്ന് അവർ കൊടുക്കേണ്ടി വരുന്നു. വാസ്തവത്തിൽ ലാലിയ റിപ്പോർട്ടർ ചാനലിന്റെ ആദ്യത്തെ ഡയറക്ടർ ബോർഡിൽ വരേണ്ടതാണ്. ചതിയിലൂടെ ലാലിയയുടെ പേര് ഒഴിവാക്കിയതാണ് നികേഷ് കുമാർ. അങ്ങനെ ഒടുവിൽ ഇൻവെസ്റ്റർ എന്ന നിലയിൽ എല്ലാ രേഖകളും കൊടുക്കേണ്ടി വന്നു. ഈ ഇൻവെസ്റ്ററുടെ സാക്ഷ്യപ്പെടുത്തൽ പ്രകാരമാണ് ഈ ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസും സെക്യൂരിറ്റി ക്ലിയറൻസും കിട്ടുന്നത്. അങ്ങനെ മുമ്പോട്ട് പോകുന്നു. ഓരോ 5 വർഷം കൂടുമ്പോഴും ഈ ലൈസൻസ് പുതുക്കണം. 2016 പുതുക്കി. 2021 ആയപ്പോൾ ലാലിയായെ ഇവിടുന്ന് പൂർണ്ണമായും ഒഴിവാക്കി. ഈ സ്ഥാപനം വിൽക്കാനുള്ള നീക്കം റിപ്പോർട്ടർ ചാനൽ നടത്തി. ലാലിയ കേസ് കൊടുത്തു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കേസ് ഡീറ്റെയിൽസ് സഹിതം ഒരു പരാതി കൊടുക്കുന്നു. ഈ സുരക്ഷാ ലൈസൻസ് പുതുക്കി കൊടുക്കരുതെന്ന്. ആ 2021 മുതൽ സുരക്ഷാ ലൈസൻസ് പുതുക്കി കൊടുത്തിട്ടില്ല. ഓർക്കുക, 2021 മുതൽ 5 വർഷം സുരക്ഷാ ലൈസൻസ് ഇല്ലാതെ റിപ്പോർട്ടർ ചാനൽ പ്രവർത്തിച്ചു. കേന്ദ്ര സർക്കാരും അറിഞ്ഞില്ല, ഒരു BJP-ക്കാരും പരാതിപ്പെട്ടില്ല. ഇത്രയധികം നുണക്കഥകൾ പ്രചരിപ്പിച്ചിട്ടും കൊടുത്തില്ല. ഇനി 2023 ആയപ്പോൾ മറ്റൊരു നാടകം നടന്നു. ഈ സുരക്ഷാ ലൈസൻസ് പുതുക്കി കൊടുക്കാത്ത ഇൻഡോ ഏഷ്യൻ കമ്പനിയുടെ ഷെയർ എല്ലാം കൂടി നിരവധി തട്ടിപ്പ് കേസുകൾ പ്രതികളായ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് കൊടുക്കുന്നു. അഗസ്റ്റിൻ സഹോദരന്മാർക്ക് ഈ കമ്പനി കൈമാറാൻ പറ്റത്തില്ല. അവരതുകൊണ്ട് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്ന പേരിൽ കമ്പനി ഉണ്ടാക്കുന്നു. എന്നാൽ അവർക്ക് ഡയറക്ടർ ബോർഡിലേക്ക് വരാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. കാരണം ഇവരുടെ പേരിൽ അനേകം ക്രിമിനൽ കേസുകളുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിൽ ഇവരുടെ ഭാര്യമാരുടെ ആങ്ങളമാരും ബന്ധുക്കളും ഒക്കെ ചേർന്നുകൊണ്ട് അവരെ ഡയറക്ടറാക്കി ഒരു ജോസ്, ഒരു മെൽബിൻ, ഇങ്ങനെയുള്ള കുറച്ച് പേരെ ഇട്ടുകൊണ്ട് ഒരു കമ്പനി ഉണ്ടാക്കുന്നു. ഇതൊരു ബിനാമി കമ്പനിയാണ്. കാരണം ഈ മെൽബിനും ജോസും അല്ല ഇത് നടത്തുന്നത്. നമ്മളോടൊക്കെ പറയുന്നത് ആൻഡ്രൂ അഗസ്റ്റിൻ മാനേജിംഗ് ഡയറക്ടറാണ്, റോജി അഗസ്റ്റിൻ ചെയർമാനാണ്, ജോസ് കുട്ടി വൈസ് ചെയർമാനാണെന്ന് പറയുന്നത്. പക്ഷേ ഇവരാരും ഈ കമ്പനിയിലില്ല. ഈ കമ്പനി എന്ന് പറയുന്നത് ഇവരുടെ ബന്ധുക്കളായ അളിയന്മാരും ബന്ധുക്കളുമായ മെൽബിനും ജോസും ഒക്കെ ചേർത്ത് നടത്തുന്ന ഒരു കമ്പനിയാണ്. എന്നാൽ ഈ കമ്പനിക്ക് റിപ്പോർട്ടർ എന്ന ചാനൽ നടത്താൻ അധികാരമില്ല. നേരത്തെ 2022 വരെ ഏതെങ്കിലും ഒരു ലൈസൻസ് ആരുടെയും കയ്യിലുണ്ടെങ്കിൽ
ആ ലൈസൻസ് മറ്റൊരു കമ്പനിക്ക് ലീസിനോ മറ്റോ കൊടുക്കാമായിരുന്നു, ദീർഘകാലത്തേക്ക് ലീസിനെടുക്കാം. അപ്പം നമ്മുടെ കെ മുരളീധരൻ തുടങ്ങി വെച്ച പൂർത്തിയാകാതെ പോയ ഒരു ലൈസൻസാണ് വാസ്തവത്തിൽ ശ്രീകണ്ഠൻ നായർ ലീസിനെടുത്ത് 24 ന്യൂസ് നടത്തുന്നത്. ഇത്തരത്തിൽ ആർക്ക് വേണമെങ്കിലും ഒരു ലൈസൻസ് ലീസിനെടുത്തോ കടം വാങ്ങിയോ പുതിയ പേരിൽ നടത്താമായിരുന്നു. ലൈസൻസ് വേറൊരു പേരിലായിരിക്കും, ചാനൽ വേറെ നടത്താമായിരുന്നു. അങ്ങനെയാണ് 24 വന്നിരിക്കുന്നത്. എന്നാൽ 2022 ആ നിയമം മാറുന്നു. ആർക്കാണോ ലൈസൻസ് കിട്ടിയിരിക്കുന്നത്, ഏത് പേരിലാണോ കിട്ടിയിരിക്കുന്നത്, അങ്ങനെ തന്നെ നടത്തണം. ഇത് 2022 വന്നതോടുകൂടി ഈ ലൈസൻസ് നികേഷ് കുമാറിന് പുതിയ ഉടമസ്ഥർക്ക് കൈമാറാൻ കഴിയാതെ വന്നു. പുതിയ ഉടമസ്ഥർക്ക് ലൈസൻസ് കൈമാറാൻ പറ്റില്ല, കാരണം അത് നിയമവിരുദ്ധമാണ്. പക്ഷേ എന്നിട്ടും ഈ പുതിയ ഉടമസ്ഥർ ഈ ചാനലിന് പണം മുടക്കി അവർ നടത്താൻ തുടങ്ങി. ഓർക്കണം, 2 തട്ടിപ്പ്. ഒന്ന്, ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന്റെ യഥാർത്ഥത്തിൽ ആരുടെയാണോ കമ്പനി, അവരല്ല യഥാർത്ഥത്തിൽ ഈ ആൻഡോയും ജോസുകുട്ടിയും റോജിയും ഒക്കെ. നിയമപരമായ ഒരു അവകാശവുമില്ല. അവരാണ് നടത്തിപ്പുകാർ. ബിനാമി പോലെയാണ് ഈ കമ്പനി എന്ന് പറയുന്നത് മറ്റേ ഈ റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനാണ്. രണ്ടാമത്തേത്, ഈ ലൈസൻസ് റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനിലേക്ക് കൈമാറാൻ നിയമപരമായി സാധിക്കുന്നില്ല, കാരണം അത് നിയമവിരുദ്ധമാണ്. സ്ഥാപനം മാറി കാശ് കൊടുത്തു, നികേഷ് കുമാറിന് കാശ് കിട്ടി, നികേഷ് കുമാർ രക്ഷപ്പെട്ടു. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ലാലിയായിക്കും കാശ് കൊടുത്തു. അങ്ങനെയാണ് ലാലിയ കേസ് പിൻവലിച്ചത്. പക്ഷേ ലൈസൻസ് പോലും മാറിയില്ല. ലൈസൻസ് മാറിയില്ല, അത് ഒരു വശം. രണ്ടാമത്തേത്, സുരക്ഷാ ക്ലിയറൻസ് എടുത്തിട്ടില്ല. സുരക്ഷാ ക്ലിയറൻസ് വേണമെങ്കിൽ ഈ സ്ഥാപനം നടത്തുന്നത് നികേഷ് കുമാറും ഭാര്യയുമായിരിക്കണം. ഈ സ്ഥാപനം കൈമാറി. അതുകൊണ്ട് തന്നെ സുരക്ഷാ ക്ലിയറൻസ് പുതുക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. ഈ സുരക്ഷാ ക്ലിയറൻസ് ഇല്ലാതെ 6ാം വർഷത്തിലേക്ക് കടന്നപ്പോഴാണ് ഇവർ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് സാബു ജോക്കബിന്റെ നെഞ്ചത്ത് കയറിയത്. ഇവിടുത്തെ കോൺഗ്രസ്സുകാരടക്കമുള്ളവർക്കൊന്നും ഒരു കഴകത്തില്ലാത്തത് കൊണ്ട് അവർ CPM വേണ്ടി കൊട്ടേഷൻ എടുത്ത് ഈ വൃത്തികേടുകളും നുണകളും മുഴുവൻ പ്രചരിപ്പിച്ചിട്ട് ആരും ഗവനിച്ചില്ല. എന്നാൽ സാബു ജേക്കബിനെ കുറിച്ച് അവർ നുണ പറയാൻ തുടങ്ങിയതോടെ സാബു ജേക്കബ് ആളെ വെച്ച് കാര്യം പഠിച്ചു. എന്നിട്ട് കേസുമായി ഹൈക്കോടതിയിൽ പോയി. കോടതിയോട് പറഞ്ഞു, റിപ്പോർട്ടർ ചാനൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നു, റിപ്പോർട്ടർ ചാനലിന് ലൈസൻസ് ഇല്ല, റിപ്പോർട്ടർ ചാനൽ സുരക്ഷാ ക്ലിയറൻസ് ഇല്ല. നമ്മുടെ രാജ്യത്ത് ഒരു വാർത്താ ചാനൽ സുരക്ഷാ ക്ലിയറൻസ് ഇല്ലാതെ നടന്നാൽ അത് രാജ്യദ്രോഹ കുറ്റമാണ്. എന്നാൽ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടും നടപടിയെടുക്കുന്നില്ല. ഞാൻ അതേക്കുറിച്ച് അന്വേഷിച്ചു, എന്തുകൊണ്ടാണ് റിപ്പോർട്ടറിനെതിരെ ഒരു നടപടിയും കേന്ദ്ര സർക്കാർ എടുക്കാത്തത്? കേന്ദ്ര സർക്കാരിന്റെ നയം മാധ്യമവേട്ട എന്ന പേര് ദോഷം വേണ്ട എന്നതാണ്. സ്വാധീനമുള്ള ചാനലാണല്ലോ. ഈ ചാനൽ പടച്ചുവിടുന്ന നുണകൾ, വ്യക്തിഹത്യകൾ, ശത്രു സംഹാരം സഹിക്കാൻ കഴിയില്ല. ഈ നാടിനെ നശിപ്പിച്ചു. ഇവർ ഈ നാടിനെ നശിപ്പിച്ചു എന്ന് പറയുന്നത് 3 കാരണത്താലാണ്. ഒന്ന്, വ്യാജ വാർത്തകൾ കൊടുക്കുന്നു, നുണക്കഥകൾ കൊടുക്കുന്നു, ശത്രുതയുള്ള ഏത് നിരപരാധിയെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. നമുക്കറിയാമല്ലോ, ഒരു SP-യും ഒരു CI-യും ഒരു DYSP-യും ഒരുമിച്ച് ബലാത്സംഗം നടത്തിയെന്ന് പറഞ്ഞ് സ്ത്രീയെ കൊണ്ടുവന്നല്ലോ. ഇതെല്ലാം ഇവരുടെ സൃഷ്ടിയാണ്. അങ്ങനെ സമൂഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു വശത്ത്. രണ്ടാമത്തെ കുറ്റം എന്ന് പറയുന്നത് ഇവർക്ക് റേറ്റിംഗ് കൂടുന്നതോടുകൂടി ഇവരുടെ ഈ നുണക്കഥകൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു, ബാർക്ക് റേറ്റിംഗ് കൂടുന്നു. ഇതോടുകൂടി മറ്റ് ചാനലുകൾ അവർ ഇതുവരെ പുലർത്തിയിരുന്ന അവരുടെ എത്തിക്സ് പിന്മാറേണ്ടി വരുന്നു. കാരണം മത്സരത്തിൽ പിടിച്ചു നിൽക്കണം. അതുകൊണ്ട് ആ ചാനൽ സംസ്കാരം തന്നെ മാറിപ്പോകുന്നു. മൂന്നാമത്തേത്, CPIM എന്ന് പറയുന്ന വൃത്തികെട്ട ക്രിമിനൽ പാർട്ടിയെയും പിണറായി എന്ന് പറയുന്ന ഈ നാട് കണ്ട ഏറ്റവും ദുർമാതൃകയായ മനുഷ്യനെയും മഹാന്മാരാക്കി ചിത്രീകരിച്ച് അവരെ വീണ്ടും ഭരണത്തിലെത്തിക്കാനുള്ള ഗൂഢാലോചന നടത്തുന്നു. നാലാമത്തേത്, സകലമാന ഉഡായിപ്പുകളും തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ഈ അഗസ്റ്റിൻ സഹോദരന്മാർ മഹാന്മാരായി, സാംസ്കാരിക നായകരായി, പോലീസുകാരുടെയൊക്കെ ഓരം ചേർന്ന് നമ്മുടെ നാടിനെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. ഇത് 4ഉം ഗുരുതരമായ കുഴപ്പമാണ്. ഇതിനെതിരെയാണ് വലിയൊരു യുദ്ധം കിറ്റക് സാബു പ്രഖ്യാപിക്കുന്നത്. കിറ്റക് സാബുവിന്റെ കേസ് ഹൈക്കോടതിയിലെത്തുന്നു. ഹൈക്കോടതി കേന്ദ്ര സർക്കാർ നോട്ടീസ് കൊടുക്കുന്നു. ഇത് പറയുന്നതിൽ വാസ്തവമുണ്ടോ? കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം കൊടുക്കുന്നു. അവർ പറയുന്നു, ഞങ്ങൾ രേഖകളൊക്കെ പരിശോധിച്ചു, ഇവർക്ക് ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസുമില്ല, സുരക്ഷാ ക്ലിയറൻസുമില്ല. ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് ഉള്ളത് ഇപ്പോഴത്തെ റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കല്ല, ഇൻഡോ ഏഷ്യൻ എന്ന് പറയുന്ന നികേഷ് കുമാറിന്റെ ഉടമസ്ഥാവകാശമുള്ള കമ്പനിക്കാണ്. അവരിത് നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് അത് പിൻവലിക്കുന്നു. സുരക്ഷാ ക്ലിയറൻസേ ഇവർക്കില്ല. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ചാനൽ നടത്താൻ അവർക്ക് അവകാശമില്ല എന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതി അറിയിക്കുന്നു. ഇതോടുകൂടി ഹൈക്കോടതി പറയുന്നു, നിയമപരമായി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തോളുക. ഇനി കുറച്ച് നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട്. ഏപ്രിൽ 2-ാം തീയതിയിലേക്ക് ഡേറ്റ് വെച്ചിരിക്കുന്നു. ഏപ്രിൽ 2-ാം തീയതിക്ക് മുമ്പ് കേന്ദ്ര സർക്കാർ വിശദീകരണം കൊടുക്കണം. നികേഷ് കുമാർ മറ്റൊരു ഇതിനകത്ത് കക്ഷിയല്ല. നികേഷ് കുമാർ കിട്ടിയ ലൈസൻസ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, അത് ദുരുപയോഗിച്ചിട്ടുണ്ടോ? ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ കേന്ദ്രം ലൈസൻസ് റദ്ദു ചെയ്യും. കേന്ദ്ര സർക്കാർ അപ്ലിങ്കിങ് സൗകര്യം ഒഴിവാക്കി കളയും. ഇതിനെതിരെ കോടതിയിൽ പോയാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം മീഡിയ വൺ അല്ല റിപ്പോർട്ടർ ചാനൽ. മീഡിയ വണ്ണിന് ലൈസൻസ് ഉണ്ടായിരുന്നു. ആ ലൈസൻസ് പുതുക്കാൻ ചെന്നപ്പോൾ ദേശീയ സുരക്ഷാ വിഷയം കൊണ്ട് ഞങ്ങൾക്ക് പുതുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ ദേശീയ സുരക്ഷാ വിഷയം എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. അത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഉടമസ്ഥാവകാശം എന്നതായിരുന്നു. ജമാഅത്ത് ഇസ്ലാമി നിരോധിക്കപ്പെടാത്തിടത്തോളം കാലം ഉടമസ്ഥാവകാശത്തിന്റെ പേരിൽ സുരക്ഷാ ക്ലിയറൻസ് നിഷേധിക്കരുത് എന്ന് കോടതി പറഞ്ഞു. എന്നാൽ ഇത് അങ്ങനെയല്ല.
നിയമവിരുദ്ധമായാണ് ഇതെല്ലാം കൈമാറ്റം ചെയ്തിരിക്കുന്നത്. രാജ്യത്തുള്ള എല്ലാ നിയമവും ലംഘിച്ചാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് കോടതിയിൽ പോയാലും ഇവർക്ക് പുതിയ ലൈസൻസ് കിട്ടുമെങ്കിൽ എടുക്കാം. അതിനുള്ള സാധ്യത വിരളമാണ്. ഇവർ നിരവധി തട്ടിപ്പ് കേസിലെ പ്രതികളാണ്. മാത്രമല്ല അതിന് ഒരുപാട് ചടങ്ങുകളുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവരുടെ ലൈസൻസ് പുതുക്കി കൊടുക്കില്ല, ഇവരുടെ സുരക്ഷാ ക്ലിയറൻസ് കിട്ടില്ല, റിപ്പോർട്ടർ ചാനലിന് പൂട്ടേണ്ടി വരും, അകാല ചരമം അടയേണ്ടി വരും. ഗതികെട്ട അവസ്ഥയിലാണ്. ഞാൻ കിറ്റക് സാബുവിനോട് ചോദിച്ചു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന്. സാബു പറയുന്നത് കൂടി കേൾക്കുക. നമസ്കാരം സാർ. ഈ റിപ്പോർട്ടർ ചാനലിന്റെ ലൈസൻസ് ക്ലിയറൻസ്, ലൈസൻസ് അല്ല മറ്റേ സേഫ്റ്റി അല്ലെ, സുരക്ഷ, കേന്ദ്ര സർക്കാർ റദ്ദ് ചെയ്യുന്നുള്ള സാധനം അങ്ങനെ കേസുണ്ട്. ഇതില് ഏത് ചാനല് പ്രവർത്തിക്കണമെങ്കിലും ഇത് നമ്മള് ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് വേണം. ഇവിടെ ഈ റിപ്പോർട്ടർ ടിവിക്ക് ഇപ്പോഴത്തെ മാനേജ്മെന്റിന് അങ്ങനെ അവർക്ക് ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് ഇല്ല. അപ്പൊ ഇതിനു മുമ്പിലുണ്ടായിരുന്ന നികേഷ് കുമാറിന്റെ ആ ലൈസൻസ് വെച്ചാണ് അവര് വ്യാജേന അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഒരു സംശയം ചോദിച്ചോട്ടെ, ആ ലൈസൻസ് ഇവർക്ക് ഒരു എഗ്രിമെന്റിലൂടെ വേറൊരാൾക്ക് കൊടുത്തിട്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റത്തില്ലേ? അത് 2022 വരെ ആർക്കെങ്കിലും ഇതുപോലെ ലൈസൻസ് ഉണ്ടെങ്കിൽ ആ ലൈസൻസ് ഒരു ലീസ് അഗ്രിമെന്റ് പ്രകാരം ഇവർക്ക് എടുത്ത് അത് നടത്താനും അവരുദ്ദേശിക്കുന്ന പേരിൽ നടത്താനും അതിനൊരു നിയമം ഉണ്ടായിരുന്നു. 2022 അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അത് അമെൻഡ് ചെയ്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ഹോൾഡേഴ്സിനല്ലാതെ വേറൊരാൾക്ക് ലീസ് ചെയ്യാനോ സബ് ലീസ് ചെയ്യാനോ അവർക്ക് നടത്താനോ ഉള്ള അധികാരമില്ല, നിയമമില്ല. അതാണ് അപ്പോ അതാണ് പോയിന്റ്. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഇവര് ഈ റിപ്പോർട്ടർ ടിവി ഇപ്പോഴത്തെ മാനേജ്മെന്റ് എടുത്തു കഴിഞ്ഞപ്പോ ഇവര് വന്നിട്ട് ഇവർക്ക് ഡയറക്ടർഷിപ്പിന് ഇവരുടെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ക്ലിയറൻസ് എടുക്കണം, ആഭ്യന്തര സുരക്ഷാ ക്ലിയറൻസ് എടുക്കണം. അത് നിഷേധിച്ചു. അവിടെ വീണ്ടും പലതവണ അവർ കൊടുത്തു. അതെല്ലാം അത് കഴിഞ്ഞ ആളുകൾ മാറ്റി കൊടുത്തു, അദ്ദേഹത്തിന്റെ സഹോദരന്റെ പേരിൽ കൊടുത്തു. അതുമെല്ലാം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണത്. അതായത് ഇവർക്ക് ബേസിക് ആയിട്ട് ആദ്യമേ തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ക്ലിയറൻസ് പോലും ഇല്ല എന്നുള്ളതാണത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ റിപ്പോർട്ടർ ഈ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നികേഷിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള സ്ഥാപനം ഇവർക്ക് കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു, അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു, വിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. നിയമം 22 വരെ ഉണ്ടായിരുന്നു. അല്ല, ആ കമ്പനിയെ കൊടുക്കത്തില്ലായിരുന്നു എന്റെ ചോദ്യം. അതിൽ പറ്റത്തില്ല അങ്ങനെ കൊടുക്കാൻ. ആ കമ്പനി അങ്ങനെ അതായത് ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് കൈമാറാനായിട്ടുള്ള നിയമമില്ല. ഇല്ല. ഓക്കെ. അതുകൊണ്ട് അവര് പുതിയ കമ്പനി ഉണ്ടാക്കിയിട്ട് ആ കമ്പനിയിൽ പോലും ഇവർക്ക് ക്ലിയറൻസ് കിട്ടുന്നില്ല. പുതിയ കമ്പനി ഉണ്ടാക്കി അവർക്ക് ആദ്യം ചെയ്യേണ്ടത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇവർക്ക് ഡയറക്ടേഴ്സിന് ക്ലിയറൻസ് വേണം. അത് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണത്. ഓക്കെ. അത് കിട്ടിയാലാണ് പിന്നെ നമുക്ക് ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് പുതുതായിട്ട് അപ്ലൈ ചെയ്യണം ഇവര്. ഓക്കെ. അപ്പൊ ഇവർക്ക് രണ്ട് കാര്യങ്ങളാണ്. ഇതിന്റെ ഡയറക്ടേഴ്സ് ഉടമസ്ഥരെന്ന് പറയുന്നവർക്ക് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ക്ലിയറൻസ് പോലുമില്ല, സുരക്ഷാ ക്ലിയറൻസ്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അത് അതായത് ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണെന്ന് കണ്ടാലാണ് സുരക്ഷ അവര് നിഷേധിക്കപ്പെടുന്നത്. മനസ്സിലായി. അപ്പോ ഇത് നടത്തുന്ന ഉടമസ്ഥർക്ക് ആഭ്യന്തര സുരക്ഷാ ക്ലിയറൻസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്നുള്ളതാണത്. അപ്പൊ ആ ക്ലിയറൻസ് പോലും ഇവർക്കില്ല. ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് ഇല്ല. ഇവര് നിയമവിരുദ്ധമായിട്ടാണ് നടത്തുന്നത്. അപ്പോ അത് ഇപ്പോ എന്ത് സംഭവിച്ചിരിക്കുന്ന വെച്ചാൽ 2-ാം തീയതി വരുന്ന ഏപ്രിൽ 2-ാം തീയതി അത് ഇവരെ ഷോക്കോസ് ഇഷ്യൂ ചെയ്ത് ഇവരോട് അടിയന്തരമായിട്ട് ഇത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് ആഭ്യന്തര മന്ത്രാലയം അത് തീരുമാനമെടുക്കും. തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ ചാനൽ അടച്ചുപൂട്ടുന്നതായിട്ട് വരും. അടിപൊളി. അപ്പൊ അത് തീർന്നു. ഇനി അവർക്ക് ലൈസൻസ് നടപടിക്രമങ്ങൾ. അല്ല, ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സുരക്ഷാ ക്ലിയറൻസ് പോലും ഇല്ലെങ്കിൽ പിന്നെ ബ്രോഡ്കാസ്റ്റിംഗ് നടത്തുന്ന എങ്ങനെ? ഇവന്മാർക്ക് ഇവന്മാർക്ക് കോടതിയിൽ പോയി പറയാനും പറ്റത്തില്ല. കാരണം 1000 കേസുകളുണ്ടല്ലോ, തട്ടിപ്പും വെട്ടിപ്പും എല്ലാം ഉണ്ടല്ലോ. അല്ല, കേസിനേക്കാൾ കൂടുതല് ഞാൻ പറഞ്ഞ നിയമപരമായിട്ട് ഒരു ചാനൽ നടത്തുന്നതിന് പാലിക്കേണ്ട ബേസിക് ആയിട്ടുള്ള അതായത് കാര്യം പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇവരുടെ ഒരു ഡയറക്ടർമാർക്കും ആഭ്യന്തര സുരക്ഷാ ക്ലിയറൻസ് ഇല്ല. മനസ്സിലായി. ഇവർ ഉടമസ്ഥരാന്ന് പറയുന്ന ആളുകൾ നിയമവിരുദ്ധമായിട്ടാണ് ചെയ്യുന്നത്. ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് ഇല്ല. ഇവര് ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു ഇത്രയും കാലം. സോ കൺഗ്രാജുലേഷൻ. സാറിന്റെ വലിയൊരു പോരാട്ടമാണ് ഇത്. കേരളത്തിന്റെ ഒരു വലിയൊരു പൊതുമാലിന്യമായിരുന്നു. അത് അവസാനിപ്പിച്ചതിൽ സന്തോഷം. നമുക്ക് വെയിറ്റ് ചെയ്യാം. നിയമ പോരാട്ടം തുടരട്ടെ. താങ്ക് യു.